രാജ്യം ഇപ്പോഴും വലിയ നടുക്കത്തിലാണ്. എന്താണ് സംഭവിച്ചത്? ഭീകരാക്രമണമാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എങ്ങനെ എത്തിച്ചു? ഒരു പരിശോധനയും എവിടെയും ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സംഭവ സമയത്ത് ദൃശ്യങ്ങളാണ്. എത്രത്തോളം മനുഷ്യർ ആ സമയത്ത് ഈ അപകടം നടക്കുന്ന, ഈ ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നീ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഈ ബസന്ത് നമുക്കൊപ്പം ഈ അപകടം നടന്ന ഗ്രൗണ്ട് സീറോയിൽ നിന്ന് തുടരുന്നുണ്ട്. വസന്ത, ഇപ്പോൾ സമൂഹ മാധ്യമം പ്രത്യേകിച്ച് എക്സ് നോക്കിയാൽ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. കാരണം ഡൽഹി ഭരിക്കുന്നത് BJP, കേന്ദ്രം ഭരിക്കുന്നത് BJP. അത് താരതമ്യം ചെയ്തത് മൻമോഹൻ സിംഗുമായാണ്. നരേന്ദ്രമോദി ഇന്നലെ ഒരു അനുശോചന സന്ദേശം എക്സിൽ ഇട്ടതല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. രാജ്യത്തിന്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് മറ്റ് ട്വീറ്റുകളൊന്നുമില്ല. അദ്ദേഹം അതിനു പകരം ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച്, അതോടൊപ്പം ഭൂട്ടാനിലേക്കുള്ള സന്ദർശനം, അത് മാത്രമാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ സമയം രാജ്യത്തിൽ നിൽക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതെ, ഇതിൽ വ്യക്തിപരമായ ഒരു നിലപാടിനേക്കാൾ ഉപരി ഒരു പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് പരിശോധിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ച് BJP എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. അതായത് കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി ഭീകരാക്രമണങ്ങളൊന്നും തന്നെ ഇന്ത്യയിലില്ല. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ, അത് കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ ഉണ്ടായ സംഭവം പോലും കശ്മീരിലെ, ജമ്മു കാശ്മീർ എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലെ കശ്മീരുമായി ബന്ധപ്പെട്ട ഏതാനും ജില്ലയിൽ മാത്രമാണ് ഇത്തരത്തിൽ ഭീകരാക്രമണം നടക്കുന്നത്. അല്ലാതെ രാജ്യവ്യാപകമായി പണ്ട് UPA സർക്കാർ ഇരുന്ന സമയത്ത് ഉണ്ടായതുപോലെ, ഹൈദരാബാദിൽ ഉണ്ടായതുപോലെ, അതേസമയം കരോൾബാഗിൽ ഉണ്ടായതുപോലെ, മുംബൈയിൽ ഉണ്ടായതുപോലെയുള്ള അത്ര വ്യാപകമായിട്ടുള്ള തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഒന്നും തന്നെ ഒരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് ഈ കടുത്ത നിലപാടുകൾ, ഭീകരതയ്ക്കെതിരെയുള്ള കടുത്ത നിലപാടുകളുടെ ഫലമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും മാറി ഒരു അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഡൽഹിയിലെ തന്നെ നഗരഹൃദയത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ സത്യാവസ്ഥ. അത് ഭീകരാക്രമണം എന്ന് ഔദ്യോഗികമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും സ്ഫോടനം എന്നുള്ള തരത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ നാളെ അത് ഭീകരാക്രമണം എന്ന് ലേബൽ ചെയ്യപ്പെടണം. അത് NIA അന്വേഷണത്തിലേക്ക് നീങ്ങണം. സ്വാഭാവികമായിട്ടും ഭീകരാക്രമണങ്ങൾ അന്വേഷിക്കാനുള്ള ഏജൻസിയാണ് NIA എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് NIAക്ക് ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണം കൈമാറേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നു എന്നുള്ളൊരു സത്യാവസ്ഥ അവിടെ നിൽക്കുന്നു. അതിനേക്കാൾ ഉപരി ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഡൽഹിയിലെ സമീപ പ്രദേശത്ത് ഫരീദാബാദ് പോലെ ഒരു സ്ഥലത്ത് എങ്ങനെ കടത്തിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഡൽഹി എന്ന് പറയുമ്പോൾ ഡൽഹി ആൻഡ് NCR എന്നാണ് പറയുന്നത്, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്നാണ് പറയുന്നത്. അതായത് ഫരീദാബാദും ഗാസിയാബാദും നോയിഡയും കൂടെ ചേർന്നുള്ളൊരു പ്രാന്തപ്രദേശങ്ങൾ കൂടി ചേർന്ന് തന്നെയാണ് ഡൽഹി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഫരീദാബാദ് പോലെ ഒരു സ്ഥലത്ത് ഇത്രയധികം 352 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ എങ്ങനെ കൊണ്ടുവന്നു, അവിടെ ഒളിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ ഈ പറയുന്ന വീഴ്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അപ്പൊ ഇന്റലിജൻസ് സംവിധാനത്തിന് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പഹൽഗാമിലും ചർച്ച ചെയ്യപ്പെട്ടത് അതാണ്. സംഭവം പാകിസ്ഥാന്റെ പിന്തുണയോടുള്ള ഭീകരാക്രമണം എന്ന് പറയുമ്പോഴും എങ്ങനെ ഇത്ര പേർ സായുധമായി തന്നെ ഇവിടെ എത്തി, ഇവിടെ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിർത്തിയുടെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നെങ്കിൽ അതിർത്തി നുഴഞ്ഞു കയറി എന്ന് പറയാം. അതിർത്തിയിൽ നിന്നും 100-200 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഭീകരവാദികൾ എത്തുകയും വെടിയുതിർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും സമാനമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കക്ഷിക്ക് ഇത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഇത് വെറുതെ ഒരു സ്ഫോടനം അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ പിന്തുണയോടുകൂടി നടക്കുന്നത് ആയിരിക്കാം. ചിലപ്പോൾ ഇത് അങ്ങനെ തന്നെ അവസാനം വരുന്നു. ഇതിലെപ്പോഴും മറ്റൊരു വിഷയം വരുന്നത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പ്രധാനമായും പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. സിന്ദൂർ നമ്മൾ വെടിനിർത്തൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ അല്ലെങ്കിൽ മരവിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്ന ഒരു സാഹചര്യം. ഇന്ത്യ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ DGMOക്ക് പാകിസ്ഥാൻ DGMO വിളിച്ച ഫോൺ കോളിനെ തുടർന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ മരവിപ്പിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ട്. അതായത് ഇനി ഒരു ഭീകരാക്രമണം ഇന്ത്യയുടെ മണ്ണിലുണ്ടായാൽ അത് ഈ രാജ്യത്തിന് നേരുള്ള യുദ്ധപ്രഖ്യാപനമായിരിക്കും എന്ന് കരുതി കൊണ്ട് ആയിരിക്കും ഇന്ത്യയുടെ പ്രതികരണം എന്നാണ് അന്ന് ഇന്ത്യ എടുത്ത നിലപാട്. ആ നിലപാട് ഇപ്പോൾ ഈ വരുന്ന ഈ ഒരു ഭീകരാക്രമണം ഇതൊരു ഭീകരാക്രമണമാവുകയും
ഇത് ഭീകരാക്രമണമാണെന്ന് കണ്ടെത്തുകയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ മറ്റു ചില ശക്തികൾ അയൽ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? സമയത്ത് അല്ലെങ്കിൽ അതിനു മുൻപുണ്ടായ ഭീകരാക്രമണമൊക്കെ ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ചായിരുന്നു എന്നായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. രാജ്യ തലസ്ഥാനം അതീവ സുരക്ഷാ മേഖലയാണ്. ഇന്റലിജൻസ് വീഴ്ച എന്ന കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെയുണ്ടായി, എവിടെയാണ് വീഴ്ചകൾ ഉണ്ടായത്, അതിലൊക്കെ കൃത്യമായ മറുപടി പറയേണ്ടതാണ്. ഇതുവരെ അന്വേഷിക്കുന്ന ഡൽഹി സ്പെഷ്യൽ സെൽ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. അവരുടെ നിഗമനങ്ങൾ എന്താണ്, ഈ സ്ഫോടക വസ്തു എന്താണ്, ഈ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ എത്തി, എവിടെ നിന്ന് എന്ന്. ഫരീദാബാദിൽ നിന്നാണെങ്കിൽ അതെങ്ങനെ ഫരീദാബാദിൽ നിന്ന് ഇത്രയും പരിശോധനകളുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്ന് ഡൽഹിയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകേണ്ടി വരും.